Good evening friends. Welcome to Nigillali Classrooms. നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് മെക്കട്രോണിക്സ് ആണ്. മെക്കട്രോണിക്സിൻ്റെ എക്സാം വളരെ അടുത്ത് കഴിഞ്ഞു. ഫെബ്രുവരിയിലാണ്. നമുക്കൊന്ന് തുടങ്ങിക്കളഞ്ഞാലോ മെക്കട്രോണിക്സ്. മെക്കട്രോണിക്സിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് പറയാം. മെക്കട്രോണിക്സ് എന്താണ്? മെക്കട്രോണിക്സ് ഈസ് എ ജാപ്പനീസ് വേർഡ്. മെക്കട്രോണിക്സ് എന്ന് വെച്ചാൽ ഒരു ജാപ്പനീസ് വേർഡാണ്. വിച്ച് ഡിനോട്ട്സ് the combination of mecha from mechanism and tronics from electronics. UK Forum of Mechatronics defines mechatronics as the synergic integration of mechanics and mechanical engineering, electronics, computer technology and IT to produce enhanced products and systems in general. അതാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് തുടങ്ങിയാലോ വേറെ ഒരു സെൻറ്റൻസ് വെച്ച്. തുടക്കത്തിലെ ആ ഇൻട്രൊഡക്ഷന് തുടങ്ങിയാലോ? തുടങ്ങിക്കളയാം. നമുക്കൊന്ന് തുടങ്ങിക്കളയാം. മെക്കട്രോണിക്സ് ഈസ് എ റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ഇൻഡിസിപ്ലിനറി ഫീൽഡ് ഓഫ് എഞ്ചിനീയറിംഗ്. ദ ഫീൽഡ് ഓഫ് മെക്കട്രോണിക്സ് ഡീൽസ് വിത്ത് ദ synergistic integration of mechanical engineering, electronic engineering, computer technology and control engineering, the development of electrochemical products through an integrated design approach. Therefore, a mechatronic system requires a multidisciplinary approach for the design, development and implementation of its products, and the entire mechatronic system is treated concurrently in an integrated manner പറയുന്നു. അടുത്ത നമുക്കൊരു കഥ മെക്കട്രോണിക്സിൻ്റെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഞാൻ പറയാൻ പോവുകയാണ്. മെക്കട്രോണിക് അപ്രോച്ച് ഷുഡ് ബി കൺസിഡേർഡ് അറ്റ് ദ ഡിസൈൻ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് ടു ഒബ്റ്റെയിൻ എ കമ്പാക്ട് എഫിഷ്യൻറ്റ് ആൻഡ് എക്കണോമിക് പ്രോഡക്റ്റ് റാദർ ദാൻ ഡിസൈനിങ് ദ കമ്പോണൻറ്റ്സ് ഇൻഡിവിജ്വലി. ദ കൺസെപ്റ്റ് ഓഫ് മെക്കട്രോണിക്സ് is very important in present scenario to meet the customers' requirements and to remain in the competitive global market. Modern systems like computers, disk drivers, photocopiers, fax machines, VCR, washing machines, CNC machine tools, robots, etc. are the example of mechatronic systems. Today the modern cars are also mechatronics product with the usage of collision detection, global positioning system and others. ഒന്ന് നമുക്ക് നോക്കിയാലോ. എലമെൻറ്റ്സ് ഓഫ് മെക്കട്രോണിക് സിസ്റ്റം എന്തൊക്കെ വരും? കമ്പ്യൂട്ടർ സിസ്റ്റം വരും, ഡിജിറ്റൽ കൺട്രോൾ വരും, കൺട്രോൾ സിസ്റ്റംസ് വരും, മൈക്രോ കൺട്രോൾ വരും, സിമുലേഷൻ വരും, ഡിജിറ്റൽ സർക്യൂട്ട്സ് വരും, അനലോഗ് സർക്യൂട്ട്, ഇലക്ട്രിക്കൽ സിസ്റ്റം, ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം, മെക്കാനിക്കൽ സിസ്റ്റം, സിസ്റ്റം മോഡൽ, ആക്ച്വേറ്റേഴ്സ് ആൻഡ് സെൻസേഴ്സ് വന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. എലമെൻറ്റ്സ് ഓഫ് എ ടിപ്പിക്കൽ electronic system consists of mechanical system, electrical systems and information technology. A typical mechatronic system such as servo motor and humanoid robot consists of mechanical elements, actuators, sensors, controllers, signal അങ്ങനെ പോവും. ഈ ഡയഗ്രാം എല്ലാവരും എന്താണ് മെക്കട്രോണിക്സ് എന്ന് വെച്ചാൽ ഈ ഡയഗ്രാം വരയ്ക്കുക. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ദ ഫോളോയിങ് ഫിഗർ എലമെൻറ്റ് ഓഫ് മെക്കട്രോണിക്സ്. നമുക്കൊന്ന് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഫോളോയിങ് ഫിഗർ എലമെൻറ്റ്സ് ഇൻ എ ടിപ്പിക്കൽ മെക്കട്രോണിക്. ആക്ച്വേറ്റേഴ്സ് സെൻസേഴ്സും മെക്കാനിക്കൽ സിസ്റ്റത്തിനകത്താണ്. അതിലെന്തൊക്കെ കാണും? സോളിനോയിഡ്സ്, വോയിസ് കോയിൽസ്, അങ്ങനെ കുറേ സ്റ്റെപ്പർ മോട്ടോ, അങ്ങനെ സ്വിച്ചസ് ഇപ്പുറത്ത് അങ്ങനെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ സിസ്റ്റം കഴിഞ്ഞ് സിസ്റ്റം മോഡൽ, പിന്നെ ഡൈനാമിക് റെസ്പോൺസ്, പിന്നെ ഇൻപുട്ട് സിഗ്നൽ കണ്ടീഷനിങ് ആൻഡ് ഇൻ്റർഫേസിങ്, ഡിജിറ്റൽ കൺട്രോൾ ആർക്കിടെക്ചർ ആവും, ലോജിക് PLC അങ്ങനെ വരും. അതിൽ നിന്ന് ഔട്ട്പുട്ട് സിഗ്നൽ കണ്ടീഷനിങ് ആൻഡ് ഇൻ്റർഫേസ്, ഗ്രാഫിക്കൽ ഡിസ്പ്ലേസ്, അത്രയും വരും. അതാണ് ഒരു ഗ്രാഫ്. ഈ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് ശ്രദ്ധിക്കണം, ഇത് വരച്ച് പഠിക്കണം. നമുക്ക് ഇതിൻ്റെ ഓരോ
സെൻസേഴ്സിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. സെൻസേഴ്സ് ഡിഫെക്ട് ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം പാരാമീറ്റേഴ്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്സ്. Actuators produce motion or cause some action. These various types of sensors include linear and rotational. Linear ആണ് rotational sensors ആണ്. Acceleration sensors, force sensors, torque, pressure, അങ്ങനെ കുറേ കാര്യങ്ങൾ. Signal and conditioning are of input and output types. The input devices receives input signals from the mechatronic system via interfacing devices and sensors and send them to control circuits for conditioning and processing. Digital logic systems are used for controlling operation. Data acquisition system receives signals from input and inputting them to microcontroller or computer. അത്രയേ ഉള്ളൂ. Software control the acquisition process. Output signal condition element modulate the signal and amplify the convert them to analog signal to input to actuators. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വിചാരിച്ചതിന് അപ്പുറമാണ് ഇനി വരാൻ പോണ ഇത്. നമ്മൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദ ആക്ടിവിറ്റീസ് ആൻഡ് സെൻസേഴ്സ് ഫ്രം മെക്കാനിക്കൽ സിസ്റ്റം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. പിന്നെ കുറേ കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പോയിൻറ്റ്സ് നോക്കാം. ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ഓഫ് ദ ടു ചേഞ്ച് ഡ്യൂ ടു ആക്ച്വൽ ലോഡിംഗ് ആൻഡ് ഡൈനാമിക് ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. പെർഫെക്റ്റ് ഇംപെഡൻസ് ബാലൻസ് ഓർ മാച്ചിങ് ഓഫ് ദ ടു ഇൻഡിപെൻഡൻ്റ്ലി ഡിസൈൻഡ് സിസ്റ്റംസ് വിൽ ബി ഇമ്പോസിബിൾ. നടക്കത്തില്ല. പോകാൻ പറ. മെക്കട്രോണിക്സ് ഡിസൈൻ അപ്രോച്ച് 3 തരമാണ്. ഒന്ന് മോഡലിംഗ് ആൻഡ് സിമുലേഷൻ, പിന്നെ പ്രോട്ടോടൈപ്പിംഗ്, പിന്നെ ഡിപ്ലോയ്മെൻറ്റ്. എന്താണ് നമുക്ക് മോഡലിംഗ് ആൻഡ് സിമുലേഷൻ നോക്കിയാലോ? മോഡലിംഗ് എന്ന് വെച്ചാൽ ഫിസിക്കൽ സിസ്റ്റംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ suitable model for describing the behavior characteristics such as block diagrams. Numerical or computer simulation methods are used for solving models. നെറ്റ്വർക്ക് അനാലിസിസ് വരെയൊക്കെ ചെയ്യാം. ഇനി പ്രോട്ടോടൈപ്പിംഗ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് നോൺ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് ആക്ച്വൽ ഹാർഡ്വെയർ. ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് ലൈഫ് സൈക്കിൾ. This is associated with the final product, embedded software deployment and life cycle. System, a group of physical components combined to perform a specific function. The system can be considered കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഒന്ന് ക്ഷമിക്കണം. നമ്മൾ പറഞ്ഞ് നമ്മൾ കുറേ കഥകൾ ഇനിയുണ്ട്. ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെത്തി, ആ പേജ് എത്തി. ദ ഫൈനൽ പ്രോഡക്റ്റ് എംബഡഡ് സോഫ്റ്റ്വെയർ ഡെപ്ലോയ്മെൻറ്റ് ആൻഡ് ലൈഫ് സൈക്കിൾ വന്നല്ലോ. സിസ്റ്റം പറഞ്ഞു. എ ഗ്രൂപ്പ് ഓഫ് ഫിസിക്കൽ കമ്പോണൻറ്റ്സ് ടു പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. എ സിസ്റ്റം ക്യാൻ ബി കൺസിഡർ ആസ് എ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. മെഷർമെൻറ്റ് സിസ്റ്റം നമുക്കൊന്ന് നോക്കിയാലോ. മെഷർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പരിപാടി നോക്കാം. എ മെഷർമെൻറ്റ് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് റെക്കോർഡ് ഇറ്റ് ഫോർ കൺട്രോളിംഗ് ആൻഡ് മോണിറ്ററിംഗ് പർപ്പസ്. എ ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് മെക്കട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റം കമ്പോസ്ഡ് ഓഫ് 3 ബേസിക് പാർട്സ്: ട്രാൻസ്ഡ്യൂസർ, സിഗ്നൽ പ്രോസസർ, റെക്കോർഡർ. ട്രാൻസ്ഡ്യൂസർ നോക്കാം. Transducer is a sensing device that converts a physical input into an output, usually a voltage. The signal processor എന്താണെന്ന് നമുക്ക് നോക്കാം. പെർഫോംസ് ഫിൽട്ടറിങ് വരട്ടെ, ആംപ്ലിഫിക്കേഷൻ നടക്കും ഇവിടെ. ഓർ ദ സിഗ്നൽ കണ്ടീഷനിങ് ഓൺ ദ ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് വരും. ദ റെക്കോർഡർ ഈസ് an instrument, a computer, a hard copy device, or simply a display that maintains the sensor data for online monitoring, subsequent processing. അതാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഫസ്റ്റ് ഇതിൽ മെഷർമെൻറ്റ് സിസ്റ്റം ക്യാൻ ബി
സിസ്റ്റം ദാറ്റ് ഈസ് യൂസ് ടു മെഷർ ദ റിക്വയർഡ് പാരാമീറ്റർ പറഞ്ഞിട്ടുണ്ട്. ഇനി കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ കൺസിഡേർഡ് ആസ് ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം ടു എ ഡിസൈർഡ് വാല്യൂ. എക്സാമ്പിൾ ഡൊമസ്റ്റിക് എയർ കണ്ടീഷനിങ് സിസ്റ്റം, നമ്മുടെ ഫ്രിഡ്ജ്, അത് പറയാം. ഇനിയാണ് അടുത്തതാണ് ടെമ്പറേച്ചർ സെൻസേഴ്സ്. ടെമ്പറേച്ചർ സെൻസർ എന്ന് വെച്ചാൽ നമുക്കൊന്ന് ടെമ്പറേച്ചർ സെൻസറിനെ പറ്റി ഒന്ന് നോക്കാം. അതിൻ്റെ നോട്ട് ഞാൻ എടുക്കാൻ പോവുകയാണ്. ടെമ്പറേച്ചർ സെൻസറിനെ പറ്റി ഒരു ഇത് നോക്കട്ടെ. നിങ്ങൾക്കത് വിശദമായി ഒരു കഥ പോലെ ഞാൻ പറഞ്ഞു തരാണ്. നിങ്ങളെ ടെമ്പറേച്ചർ സെൻസർ ടെമ്പറേച്ചർ സെൻസർ എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ തപ്പുന്നത്. ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഒരു അഡീഷണൽ നോട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. ടെമ്പറേച്ചർ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയുള്ള സെൻസസാണ്. നമുക്ക് ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അറിയാനൊക്കെ, പിന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്നറിയാം, തണുത്ത കാലാവസ്ഥയിലുള്ളതിനെയൊക്കെ തിരിച്ചറിയാൻ ടെമ്പറേച്ചർ സെൻസസ് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് ടെമ്പറേച്ചർ കൺവേസ് ദ സ്റ്റേറ്റ് ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ ഓഫ് സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസസ് ഓർ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സിന് യൂസ് ചെയ്യും. പിന്നെ തെർമോ ഇലക്ട്രിക്, EMFs, temperature sensors such as metallic strips, thermocouples, thermistors are widely used in monitoring of manufacturing process such as casting, molding, അങ്ങനെ തുടങ്ങിയ മെറ്റൽ കട്ടിങ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ യൂസ് ചെയ്യും. നമുക്കൊന്ന് ബൈമെറ്റാലിക് സ്ട്രിപ്പിലേക്ക് കടക്കാം. ഇതാ കണ്ട, ഹൈ എക്സ്പാൻസിവിറ്റി മെറ്റീരിയൽ കാണിക്കുന്നു. പിന്നെ ലോ എക്സ്പാൻസിവിറ്റി മെറ്റീരിയൽ ഇപ്പുറത്ത് വരും. ഫസ്റ്റ് ഹൈ എക്സ്പാൻസീവ്, പിന്നെ സോഫ്റ്റ് അയൺ, പിന്നെ സെറ്റ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അത് വെച്ച് തിരിക്കുക. പിന്നെ സ്മോൾ മാഗ്നറ്റ് വെച്ചത് ഇത്ര ഡിസ്റ്റൻസ്, സോഫ്റ്റ് അയണെന്നും ഇത്ര ഡിസ്റ്റൻസ് വയ്ക്കുക. കണ്ടല്ലോ. അടുത്ത ബൈമെറ്റാലിക് സ്ട്രിപ്സ് ആർ used as thermal switch in controlling the temperature or heat in a manufacturing process or system. It contains two different metal strips bonded together. The metals have different coefficient of expansion on heating. The strips bend into curved strips with the metal with a higher coefficient of expansion on the outside of the curve. Shows a typical arrangement of bimetallic strip. Setting up a magnet as the strips bend, the soft iron comes in closer proximity of small magnet and further touches. Then the electric circuit completes and generates an alarm. In this way, bimetallic strips help to protect the desired application from heating above the preset value temperature. ഇതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്. നിങ്ങൾ ഈ പടം വരയ്ക്കുക, പിന്നെ ഹീറ്റിംഗ് ചെയ്യുമ്പോൾ അതങ്ങ് വളയും. അപ്പുറത്ത് ഏത് സൈഡിൽ അത് നല്ല ടെമ്പറേച്ചർ, നമ്മൾ ഏത് ടെമ്പറേച്ചർ അത് ചെയ്യുക. അടുത്തതാണ് നമ്മുടെ അടുത്ത ചേട്ടനെ നമ്മൾ പരിചയപ്പെടാൻ പോവുക. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ്, RTD. വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ വീസ്റ്റേൺസ് ബ്രിഡ്ജ് വെച്ചാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നത്. വീസ്റ്റേൺസ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പിൾ വെച്ചാണ്. നമുക്കൊന്ന് നോക്കിയാലോ. RTD വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ temperature. On heating up metals, their resistance increases and follows a linear relationship in figure 2.5. The correlation is
RT is equal to R0 1 plus alpha T, where RT is the resistance temperature, R0 is the temperature 0 degree, and alpha is the constant for the metal termed as temperature coefficient of the sensor is usually made to have a resistance 100 ohm at 0 degree Celsius. The graph കൊടുത്തേക്കുന്നുണ്ടോ, നമ്മൾ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യുക, പിന്നെ R1/R0 നമ്പർ കണ്ട മാർക്ക് ചെയ്തേക്കുന്ന, പിന്നെ നമ്മൾ ഒരു പ്ലാറ്റിനത്തിൻ്റെത് ഒരു വര വരയ്ക്കുക, പിന്നെ ഒരു പോയിൻ്റായിട്ട് പ്ലോട്ട് ചെയ്യുക, അത് കോപ്പറാകുക, പിന്നെ നിക്കലിൻ്റെത് ഇങ്ങനെ വളഞ്ഞു പോവുക. അതാണ് കാണിച്ചേക്കുന്നത്. ഷോസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ RTD ഹാസ് എ റെസിസ്റ്റർ എലമെൻറ്റ് കണക്റ്റഡ് ടു എ വീസ്റ്റേൺസ് ബ്രിഡ്ജ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീസ്റ്റേൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ചേട്ടനില്ലാതെ ഇതിന് മൂവ് ചെയ്യാൻ പറ്റില്ല RTD. ദ എലമെൻറ്റ് ആൻഡ് ദ കണക്ഷൻ ലീഡ്സ് ആർ ഇൻസുലേറ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഷീത്ത്. എ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട്, കുറച്ച് എമൗണ്ടായ കറണ്ട് വേണം. കൺലൂസി പാസിങ് ദ കോയിൽ, കോയിൽ വഴി പാസ് ചെയ്യുന്നു. ത്രൂ ദ കോയിൽ ആസ് ദ ടെമ്പറേച്ചർ changes, the resistance of the coil changes, which is detected at the Wheatstone's bridge. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ സർവീസിങ്, പിന്നെ ഫുഡ് പ്രോസസ്സിങ്, ഫുഡ് ഉണ്ടാക്കാൻ, പിന്നെ ടെക്സ്റ്റൈൽ മിൽസിലെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ, പെട്രോ കെമിക്കൽ പ്രോസസ്സിങ്ങിനും മൈക്രോ ഇലക്ട്രോണിക്സിനും എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് യൂസ് ചെയ്യും ഈ ഒരു സംഭവം. നമുക്ക് അതിൻ്റെ പാർട്സ് നോക്കിയില്ലല്ലോ. റെസിസ്റ്റൻസ് തെർമോമീറ്റർ കൊടുത്തിട്ടുണ്ട്, കണക്ഷൻ ടു ലീഡ്സ്, ഇൻസുലേറ്റർ തന്നിട്ടുണ്ട്, കണക്ഷൻ ലീഡ്സ്, ഷീത്ത്, വീസ്റ്റേൺസ് ബ്രിഡ്ജ് കാണിച്ചിട്ടുണ്ട്. ഈ പടം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വരയ്ക്കണം. നമ്മുടെ ഇനി അടുത്ത ഒരുത്തനാണ് തെർമിസ്റ്റർ. തെർമിസ്റ്റർ ചേട്ടനുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ. തെർമിസ്റ്റർ ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിക്രീസ് ഇൻ റെസിസ്റ്റൻസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതാണ് അടുത്ത കളി. ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ തെർമിസ്റ്റർ ജനറലി സെമി കണ്ടക്ടർ മെറ്റീരിയൽ സച്ച് ആസ് സിൻഡേർഡ് മെറ്റൽ ഓക്സൈഡ്, mixtures of metal oxide, chromium, cobalt, iron, manganese and nickel, or doped polycrystalline ceramic containing barium titanate BaTiO3 എന്ന് പറയുന്ന ആ സംഭവം, and other electrons able to move about increase, which results in more current in the material and reduced resistance. Thermistors are rugged and small in dimension. They exhibit non-linear response characteristics. കണ്ട ഒരു പടം, നമ്മുടെ ഈ പടം ഒന്ന് നോക്കാം. സ്കീമാറ്റിക് ലെഡ് കാണിച്ചിട്ടുണ്ട്, തെർമിസ്റ്റേഴ്സ് കാണിച്ചു, ഗ്ലാസ് കോട്ടഡ് ബെഡ് കാണിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. നമുക്ക് എന്താണ് അവൈലബിൾ? തെർമിസ്റ്റേഴ്സ് ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ബെഡ്, പ്രസ്ഡ് ഡിസ്ക്, പ്രോപ്പ് ഓർ ചിപ്പ്. The construction of a bead type by thermistor. It has a small bead of dimension from 0.5 mm to 5 mm coated with ceramic glass material. The bed is connected to an electric circuit through two LEDs to protect the from the environment. The leads are contained in a stainless steel tube. Application എന്തൊക്കെയാണ് നോക്കാം. The mounted temperature of hot ends of 3D printers. The monitor the coolant temperature and temperature inside the engine. എഞ്ചിനകത്തുള്ള മോണിറ്റർ ദ ടെമ്പറേച്ചർ ഓഫ് ആൻ ഇൻഹുബേറ്റർ എന്ന് പറഞ്ഞ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കിനി അടുത്ത ചേട്ടനെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. തെർമോകപ്പിൾ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ഹീറ്റ് കൊടുക്കുന്ന ജംഗ്ഷൻ, ഹോട്ട് ജംഗ്ഷൻ, രണ്ട് മെറ്റൽസ് എയും ബിയും തന്നിട്ടുണ്ട്, അതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ബ്ലോക്ക് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ നിൽക്കുന്ന മെഷീനിലെത്തി. എന്നിട്ട് അടുത്ത കോമ്പൻസേഷൻ സർക്യൂട്ട്, റെസിസ്റ്റൻസ് എലമെൻറ്റും വെച്ചിട്ടുണ്ട്, അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. പിന്നെ അതിൽ നിന്ന് കോപ്പർ വയർ പാസ് ചെയ്ത് ഡിസ്പ്ലേയിലെത്തുന്നു. പിന്നെ അടുത്ത കോപ്പർ വഴി കോമ്പൻസേഷൻ സർക്യൂട്ടിൽ വരുന്നു. പിന്നെ അതിൽ നിന്ന് പിന്നെ ഇത് ഡിസ്പ്ലേ വരുന്നു. അപ്പോൾ ഒരു
അപ്പോഴാണ് ഈ തെർമോകപ്പിളിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. നമുക്ക് നോക്കാം. തെർമോകപ്പിൾ വർക്ക്സ് ഓൺ ദ ഫാക്ട് ദാറ്റ് വെൻ എ ജംഗ്ഷൻ ഓഫ് ഡിസിമിലർ മെറ്റൽസ് ഹീറ്റഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ electric potential related to temperature as per Thomas Seebeck 1821. തോമസ് സീബാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. വെൻ ടു വയേഴ്സ് കമ്പോസ്ഡ് ഓഫ് ഡിസിമിലർ മെറ്റൽസ് ആർ ജോയിൻഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് വൺ ഓഫ് ദ എൻഡ് ഈസ് ഹീറ്റഡ് then there is a continuous current which flows in the thermoelectric circuit. Figure 2.5 shows the schematic of thermocouple circuit. The net open circuit voltage is a function of junction temperature composition of two metals. ഇത്രയേ ഉള്ളൂ. പ്ലാറ്റിനം അങ്ങ് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് thermocouples. The mount temperature and chemistry throughout the steel making process. Testing temperature associated with the process plants. Chemical production and petroleum refinery. Testing of heating appliance safety. Temperature profiling in ovens, furnace and kilns. Kilns എന്ന് പറഞ്ഞാൽ temperature measurement of gas turbine and engine exhaust. Liquid flow. Liquid flow is generally measured apply the Bernoulli's principle. ബെർണോളി എന്ന് പറയുന്ന ചേട്ടൻ ഫ്ലൂയിഡ് ഫ്ലോയിൽ കുറേ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു. Bernoulli's principle കൊണ്ടുവന്നു. The quantity of fluid flow is computed by the using a pressure drop measure. ആ ബെർണോളി ചേട്ടൻ fluid flow volume is proportional to square root of pressure difference at the two ends of the construction. There are various types of fluid flow measurement devices being used in manufacturing automation such as orifice plate, turbine meter. കണ്ടല്ലോ എന്താണ് orifice plate? നമുക്കൊന്ന് കയറി നോക്കിയാലോ. രണ്ട് പ്രഷർ കയറുന്ന P1 P2 കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും orifice plate വെച്ചിട്ടുണ്ട്. നടുക്കായിട്ട് P1 P2 ഇടയിലായിട്ട് കണ്ടില്ലേ orifice plate കാണിച്ചിട്ടുണ്ട്. It shows the schematic orifice plate device. It has a disc with a hole at its center through which the fluid flows. The pressure difference is measured between a point equal to the diameter of the tube upstream and a point equal to the half the diameter downstream. Orifice plate is inexpensive and simple in construction with no moving parts. It exhibits non-linear behavior and does not work with slurries. It has accuracy of plus or minus 1.5%. Turbine meter. Turbine flow meter has an accuracy of 0.3% plus or minus. It has multi-blade rotor mounted centrally in the pipe among which the flow is to be measured. Figure 2.4.12 shows the typical arrangement of the rotor and Manti pickup coil. The fluid flow rotates the rotor. Accordingly, the Manti pickup coil counts the number of Manti pulses generated due to the distortion of magnetic field by the rotor blades. The angular velocity is proportional to the number of pulses and the fluid flow is proportional to angular velocity. Angular velocity കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യും. നമുക്കിനി അടുത്തത് ഫ്ലൂയിഡ് പ്രഷർ സെൻസസ്, കെമിക്കൽ, പെട്രോളിയം, പവർ ഇൻഡസ്ട്രി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി സ്ട്രിങ് ഗേജും ഡയഫ്രത്തിനെയും പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ. സ്ട്രിങ് ഗേജ് എന്താണെന്ന് നോക്കാം. വെൻ എ മെറ്റൽ conductor is stretched or composed, its resistance changes on account of that fact that both length and diameter of conductor change. The value of resistivity
of the conductor also changes when it is strained properties piezo resistance. ഇതിൽ പറഞ്ഞേക്കുന്നത് the typical arrangement of string gauges and diaphragm shown 2.46 application of pressurized fluid displaces the diaphragms. The displacement is measured by the string gauges in terms and radial and or lateral strains. These strain gauges are connected to form the arms of a വീസ്റ്റേൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്യും. വീസ്റ്റേൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജസ് നോക്കിയാലോ. വയർ വൗണ്ട് സ്ട്രെയിൻ ഗേജ് ഉണ്ട്, ഫോയിൽ ടൈപ്പ് ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്, കപ്പാസിറ്റീവ് ഉണ്ട്. വയർ വൗണ്ട് രണ്ടെണ്ണം, ബോണ്ടഡും ഉണ്ട് അൺബോണ്ടഡും ഉണ്ട്. ലീനിയർ സ്ട്രെയിൻ ഗേജ്, റീസെറ്റർ, ബേസ്, ടോർക്ക് ഗേജ്, ഹെലിക്കൽ ഗേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. Capsule is formed by combining two corrugated diaphragms. It has enhanced sensitivity in comparison with the of diaphragms. Shows a schematic capsule and a below. A stack of capsule is called as bellows. Bellows with LVDT sensors measures the fluid pressure in terms of change in relevant voltage across the secondary coil of LVDT. Shows a typical arrangement of the same. ഇങ്ങനെ കുറേ ഇത് വന്നു. ഫീസോ ഇലക്ട്രിക്കിൻ്റെ പടം നമുക്ക് പോകാം. കോഡ്സ് വെച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ സോഴ്സ് വെച്ചിട്ടുണ്ട്, കംപ്രസ്ഡ് കോഡ്സ് അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് പ്രഷർ കൊടുക്കുക. പീസോ ഇലക്ട്രിക് സെൻസർ ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് പ്രഷർ, ആക്സിലറേഷൻ, ഡൈനാമിക് ഫോഴ്സസ് such as oscillation, impact or high speed compression or tension. It contains piezoelectric ionic crystal materials such as cords. On application of force or pressure, these materials get stretched or compressed. During this process, the charge over the material changes and redistributes. One phase of the material becomes positively changed and the other negatively charged ആയി. പോസിറ്റീവ്ലി ബിക്കംസ് വൺ ഫേസ് ഓഫ് ദ ഒരു സൈഡ് പോസിറ്റീവ് ചാർജാണ്, അതർ സൈഡ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ്. അടുത്തൊരു കൂട്ടുകാരനാണ് നമ്മൾ അതാ ഇക്വേഷനുണ്ട്. Q is equal to Kx. S of K is a constant, S is a constant and ചാർജ് സെൻസിറ്റിവിറ്റി കണ്ടല്ലോ. നമ്മളിത് കഴിഞ്ഞു. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ രണ്ടെണ്ണം ഉണ്ട്, പൊട്ടൻഷ്യോമീറ്ററും ഉണ്ട്, പൊസിഷൻ സെൻസറും ഉണ്ട്, പ്രോക്സിമിറ്റി സെൻസറും ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. അൾട്രാസോണിക് സെൻസറും ഉണ്ട്, റിവോൾവറും ഉണ്ട്. ടൈപ്സ് ഓഫ് റിവോൾവർ, റിസീവർ റിവോൾവർ, ഡിഫറൻഷ്യൽ റിവോൾവർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വൈബ്രേഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിൻ ഗേജ്, ആക്സിലോമീറ്റർ, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിൽ ബേസിക് പ്രിൻസിപ്പിൾ സ്ട്രെയിൻ ഗേജ്, ആക്സിലോമീറ്റർ തുടങ്ങാം. വെൻ എ കാൻഡിലിവർ ബീം, ഒരു കാൻഡിലിവർ ബീം ടച്ച്ഡ് വിത്ത് എ മാസ് ആൻഡ് ഇറ്റ്സ് ഫ്രീ എൻഡ് കണ്ടല്ലോ. മാസ് കാൻഡിലിവർ ബീമിൻ്റെ കൂടെ മാസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു വൈബ്രേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഓഫ് ദ മാസ് ടേക്സ് പ്ലേസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ മാസ്. ദ ബീം ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ the beam is strained. The resulting strain is proportional to the vibration displacement of the mass and hence the vibration acceleration being measured when calibrated. അത് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എന്താണ് ഓപ്പറേഷൻ നോക്കിയാലോ. മാസ് മൂവ് ചെയ്യുമ്പോൾ ബൗണ്ടഡ് സ്ട്രിങ് ഗേജസ് കണ്ടോ, അത് വെച്ചിട്ടുണ്ട് ആ കാൻഡിലിവർ ബീമിൻ്റെ മേളിലും താഴെയായിട്ട്. പിന്നെ ഹോസ് ഫ്രെയിം വെച്ചിട്ടുണ്ട്, ഡാമ്പിങ് ഫ്ലൂയിഡ് വെച്ചിട്ടുണ്ട്. പിന്നെ വൈബ്രേഷൻ അടിക്കുമ്പോൾ മൂവ് ചെയ്യും.
കുറേ കാര്യങ്ങൾ ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഓപ്പറേഷൻ ഓഫ് സ്ട്രിങ് ഗേജ് ആക്സിലോമീറ്ററിൻ്റെ ഓപ്പറേഷൻസ് നോക്കാം. ദ ആക്സിലോമീറ്റർ ഈസ് ഫിറ്റഡ് ഓഫ് ദ structure those acceleration is to be measured. Due to vibration displacement of mass occurs, causing cantilever beam to be strained. Hence the strain gauges mounted on the cantilever beam are also strained, and due to this their resistance change. Hence a measure of this change in resistance of the string gauge becomes a measure the extent to which the cantilever beam is strained. But the resulting strain of the cantilever beam is proportional to the vibration, acceleration, and hence a measure of the change in resistance of the strain gauges becomes a measure of vibration. Vibrationum accelerationum നമുക്ക് മെഷർ ചെയ്തെടുക്കാവുന്നതുമാണ്. The leads of strain gauges are connected to Wheaton's bridge, whose output is calibrated terms of vibration acceleration. അതാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറിൽ പൊട്ടൻഷ്യോമീറ്റർ വരുന്നുണ്ട്. പൊട്ടൻഷ്യോമീറ്റർ ഇലക്ട്രിക് സർക്യൂട്ട് ആണെങ്കിൽ സ്ലൈഡിങ് കോണ്ടാക്റ്റ് കൊടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഡെൽറ്റ ആർ ബൈ ആർ പ്രൊപ്പോർഷൻ ടു എപ്സിലോൺ, ഡെൽറ്റ ആർ ബൈ ആർ ഈക്വൽ ടു ജി എപ്സിലോൺ എന്ന് പറഞ്ഞ് ഫോർമുല കാണിച്ചിട്ടുണ്ട്. സ്ട്രിങ് ഗേജസിൻ്റെ ബേസിക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രിങ് ഗേജസ് എളുപ്പമുള്ള ടോപ്പിക്കാണ്. പിന്നെ പ്രോക്സിമിറ്റി സെൻസേഴ്സ്. എന്താണ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് നമുക്ക് നോക്കിയാലോ. A proximity sensor consists of an element that changes either its state or analog signal when it is close to, but often not actually touching an object. മാഗ്നറ്റിക്കുമാണ്, ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസും ഉണ്ട്, ഇൻഡക്റ്റൻസും ഉണ്ട്, ആൻഡ് എഡ്ഡി കറണ്ട് ആൻഡ് മെത്തേഡ്സ് ആർ particularly suited to the design of a proximity sensor. പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൽ തന്നെ നോക്കാം. നമുക്കിതിൽ റെഫറൻസ് ഞാൻ പറഞ്ഞു. അടുത്തത് നമ്മളിതിൽ തന്നെ പറയാൻ പോകാം. എ പ്രോക്സിമിറ്റി സെൻസർ ഈസ് എ സെൻസർ ഏബിൾ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നിയർ ബൈ ഒബ്ജക്ട്സ് വിത്തൗട്ട് എനി ഫിസിക്കലി കോണ്ടാക്റ്റ് ആണ്. പ്രോക്സിമിറ്റി സെൻസേഴ്സ് ക്യാൻ ഹാവ് ഹൈ റിലയബിലിറ്റി ആൻഡ് ലോങ് ഫങ്ഷണൽ ലൈഫ് ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് മെക്കാനിക്കൽ പാർട്സ് and lack of physical contact between the sensor and the sensed object. A proximity sensor often emits an electromagnetic field or a beam of electromagnetic radiation and looks for changes in the field or return signal. എഡ്ഡി കറണ്ട് പ്രോക്സിമിറ്റി നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെ. നമ്മൾ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ഫീഡ് ഹോപ്പർ ലെവൽ മോണിറ്ററിങ് വരുന്നുണ്ട്, സ്മോൾ വെസൽ പമ്പ് വരുന്നുണ്ട്, ഗ്രീസ് ലെവൽ മോണിറ്ററിങ് വരുന്നുണ്ട്, ലെവൽ കൺട്രോളിങ് ഓഫ് ലിക്വിഡ്സ് വരുന്നുണ്ട്. അൾട്രാസോണിക് സെൻസർ, അൾട്രാസൗണ്ട് വെച്ച് നമ്മൾ സെൻസ് ചെയ്യുന്നത്. പിന്നെ മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസർ, റിസോൾവർ, സിങ്ക്രണസ്, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. വിശദമായി നമ്മൾ പഠിക്കുന്നതാണ്. കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ഒരു സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരാമീറ്റർ യൂസ്ഡ് ഇൻ സെൻസേഴ്സ് ഓർ ട്രാൻസ്ഡ്യൂസേഴ്സ് നോക്കുക. റേഞ്ച്, സ്പാൻ, എറർ, ആക്യുറസി, precision, sensitivity, and non-linearity, hysteresis,
reproducibility and repeatability, dead zone, dynamic characteristics. അങ്ങനെ ഡെഡ് സോൺ വരെ 9 അറിഞ്ഞിരിക്കണം എല്ലാവരും. പിന്നെ ഇത്രയും കാര്യങ്ങൾ അറിയണം. നിങ്ങൾക്ക് എളുപ്പമാണിത് പഠിക്കാൻ. മെക്കട്രോണിക്സ് ഒരു എളുപ്പമുള്ള സബ്ജക്റ്റ്, പാസ്സാവാനും എളുപ്പമാണ്. സെൻസർ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എക്സ്പ്ലെയിൻ അബൌട്ട് ദ സെൻസർ ആൻഡ് ട്രാൻസ്ഡ്യൂസർ എൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ദം നോക്കിയാലോ. സെൻസറിൻ്റെ സെൻസർ ഈസ് ആൻ എലമെൻറ്റ് ഇൻ എ മെഷർമെൻറ്റ് സിസ്റ്റം ദാറ്റ് അക്യൂസ് എ ഫിസിക്കൽ പാരാമീറ്റർ, ചേഞ്ചസ് ഇറ്റ് ഇൻ ടു സിഗ്നൽ, സിഗ്നൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദ സെൻസിങ് എലമെൻറ്റ് ഈസ് കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് പ്രോസസ് ആൻഡ് പ്രൊവൈഡിങ് ദ ഔട്ട്പുട്ട് പ്രൊവൈഡിങ്. അടുത്ത ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ട്രാൻസ്ഡ്യൂസർ ഈസ് യൂസ്ഡ് റിലേഷൻ വിത്ത് ദ കൺവേർഷൻ ഓഫ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. എനർജി ട്രാൻസ്ഫർ ചെയ്യാനും സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യാനുമാണ്. അനലോഗിനെ ചേഞ്ച് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന പോലെ അനലോഗിനെ മാറ്റി വേറെ ഡിജിറ്റലാക്കുന്ന പരിപാടികളാണ് ഇതിൽ കാണുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മെയിൻലി നമ്മളിത് കവർ ചെയ്തിട്ടുണ്ട്. ഇൻക്രിമെൻ്റൽ നമ്മളെ മെയിനായിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എഡ്ഡി കറണ്ട് സെൻസേഴ്സിൻ്റെ ഇതും പറയുന്നുണ്ട് ഇതിൽ. നമ്മളത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് എല്ലാം നമ്മൾ നാളെ ഈ സമയം ഇത് വരുന്നതായിരിക്കും ഈ ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ബൈ.